ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അലീനയുടെ അവസ്ഥയൊക്കെ കണ്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് അലീനയെ അടുത്തേക്ക് വിളിച്ചിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ മറക്കാൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതെല്ലാം മനസ്സിൻ്റെ ഒരു കോണിലേക്ക് മാറ്റി വെച്ചേക്ക്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമം, മാനക്കേട് എല്ലാം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്തു ചെയ്യാം, എല്ലാം അനുഭവിക്കാനായി തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടവളാണ് നീ. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. എൻ്റെ അവസ്ഥയും മാറ്റമൊന്നുമില്ല. ഞാനും ഒരു മനുഷ്യനാണ്. ഉരുക്കുകൊണ്ടുണ്ടാക്കിയ മെഷീനൊന്നുമല്ല. ഒരു സാധാരണ കുഞ്ഞായി ജനിച്ചു വളർന്ന് ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നെത്തി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ്. അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ ഒരു കാരണക്കാരി നീ കൂടിയാണ്. നീ മാത്രമല്ല, നിൻ്റെ ബ്രിജിത്താമ്മയും അതുപോലെ കൈതക്കൽ കുഞ്ഞിരാമ മേനോനും മനുവും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ നിനക്ക് സാധിക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മോളെ. എൻ്റെ കൂടെ താങ്ങായിട്ട് നീ കൂടെ വേണം. എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ആ ദൂരം എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ എവിടെ വരെ എത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കൂടെ നീ വേണം, അല്ലാതെ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ അലീനയോട് പറയുകയാണ് ബാലചന്ദ്രൻ. ബാലേന്ദ്രൻ ഇങ്ങനെ കൃഷ്ണമോളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ലല്ലോ. അലീനയ്ക്ക് ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് അവൾ മിണ്ടാത്തതെന്ന് വയ്ക്കാം. പക്ഷേ നീ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നൊക്കെ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അച്ഛാ, എനിക്കൊരു സന്തോഷവുമില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇനി നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു ചെന്നാലും എന്താകുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കാകെ ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സാരമില്ല, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് 3 പേർക്കും ആ ഗാർഡനിലൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ അവർ 3 പേരും കൂടെ പുറത്തേക്ക് പോവുകയാണ്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് മനുവിനെയാണ്. മനു ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മനു അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ഫോണാണെങ്കിൽ മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് മോഡിലിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. കയറി വരുമ്പോൾ തന്നെ മനുവിൻ്റെ പെങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ ഇന്ന് എവിടെയായിരുന്നു എന്ന്. ഉടനെ മനു പറയുന്നുണ്ട്, ഞാൻ കോട്ടയം വരെ പോയതായിരുന്നു, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. എന്താടി കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും അറിഞ്ഞില്ലേ, ആൻറ്റിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ, എങ്കിൽ അകത്തോട്ട് ചെല്ല്, വിശേഷങ്ങളുണ്ട് എന്നൊക്കെ അനിയത്തി പറയുന്നു. അങ്ങനെ മനു ഇപ്പോൾ അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ഇപ്പോൾ രാജീവനും ഹരിയൊക്കെ ഇരിക്കുന്നുണ്ട്. രാജീവ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ നീ എവിടെ പോയതായിരുന്നു, നിൻ്റെ ഫോൺ എന്ത് പറ്റി, വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഇപ്പോൾ ഫ്ലൈറ്റ് മോഡൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അവിടെ മനു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അലീനയെ പടിയിറക്കി വിടുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു. ഞങ്ങളവിടെ ചെന്നിട്ട് അവളെ വലിച്ചിറക്കി റോഡിൽ കൊണ്ട് തള്ളി. അവളുടെ ബാഗും സാധനങ്ങളും എല്ലാം റോഡിൽ കൊണ്ട് എറിഞ്ഞു. ഞങ്ങളങ്ങനെ അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ടിട്ട് തന്നെ മനുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് ബാലേന്ദ്രൻ അങ്കിൾ എന്താ വാ കെട്ടിമൂടി മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, അതൊന്നും അയാളെ ബോധിപ്പിച്ചുകൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്, അയാൾ അറിയാതെ തന്നെ അവളെ അവിടെ നിന്നും ഇറക്കി വിട്ടത് എന്നൊക്കെ പറയുമ്പോൾ മനു വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ബാലേന്ദ്രൻ അങ്കിൾ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന്. അറിഞ്ഞ ഉടനെ തന്നെ അയാൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്തായാലും ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ. വൈജയ്ക്ക് ഇത്രയും കാര്യം മതി, അവളുടെ ശത്രു വീട്ടിൽ നിന്നും പോയല്ലോ എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ഒന്നും പോയിട്ടില്ല, ഒന്നും തീർന്നിട്ടുമില്ല, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ച് അഴിച്ചാൽ നമുക്ക് സോൾവ് ആക്കാൻ പറ്റുന്ന ഒരു കെട്ട് മാത്രമേ ഉള്ളായിരുന്നു. അതിനെ വലിച്ചു വാരിയിട്ട് ആകപ്പാടെ കൂട്ടക്കെട്ടാക്കി മാറ്റി അങ്കിൾ. ഇനി അത് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ മനു പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല, നീ മനസ്സിലാകുന്ന രീതി പറയുന്നു.
ഇത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്കിൾ അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അലീനയും കൊണ്ടേ തിരിച്ചു വരൂ, അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അകത്ത് കയറ്റണ്ട എന്ന് ഞാൻ വൈജിയോട് പറയും, ഗേറ്റ് പൂട്ടിയിട്ടേക്കാനും പറയും. അങ്ങനെ ഞാൻ വൈജിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനു ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എന്തുവാ കൊച്ചച്ചൻ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്കിളുടെ വീട്ടിൽ കയറാൻ അങ്കിളിന് കൊച്ചച്ചൻ്റെ സഹായമോ അല്ലെങ്കിൽ അനുവാദമോ വേണ്ട. ആ കാര്യമെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ കാര്യങ്ങൾ ചെയ്യാതെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ മേലായിരുന്നോ? എന്തൊക്കെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? മൊത്തം പൊട്ടത്തരങ്ങളാ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എടാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും വരില്ല. അയാൾ അവളെ കൊണ്ട് വരുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ വരത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ മനു ഇപ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല, അലീനയെ എടുത്ത് നിങ്ങൾ പുറത്ത് കളഞ്ഞു എന്ന് സന്തോഷിച്ചല്ലേ ഇരിക്കുന്നത്. അവൾ ബൂമറാങ് പോലെ തിരിച്ചു വരും, അതിന് യാതൊരുവിധ സംശയവുമില്ല എന്നൊക്കെ മനു പറയുമ്പോൾ രാജീവ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് കണ്ടറിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്തൊക്കെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ഇങ്ങനെ എഴുന്നേറ്റ് മനു ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഈ സമയം വളരെയധികം ടെൻഷനോടെ ഇരിക്കുകയാണ് രാജീവ്. ഇപ്പോൾ മനു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹരി പറയുന്നുണ്ട്, അതെ, അയാൾ പറയുന്ന ഒന്നും കണക്കാക്കണ്ട, അയാൾ അലീനയുടെ മംഗിളിൻ്റെയും സൈഡാണ്, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രാജീവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ മനു ഇപ്പോൾ റൂമിൽ ചെന്ന് ഫ്രഷ് ആയതിനു ശേഷം മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി തന്നെയല്ലേ എന്ന്. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ അതെ മനു ആണോടാ, നീയല്ലേ എന്നെ വിളിക്കാനുള്ളൂ, വേറെ ആരും എന്നെ വിളിക്കാനില്ലല്ലോ, എന്താടാ മോനെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഉടനെ മനു ചോദിക്കുന്നുണ്ട്, അലീന അവിടെ ഇല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നു, അവൾ പോയല്ലോ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെ പോയി എന്ന്. അത് നീ അറിഞ്ഞില്ലേ, ഇവിടെ രാജീവനും ഹരിയും ഒക്കെ വന്ന് അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മനു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീർന്നോ എന്ന്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു, ആ തീർന്നു, ഇനിയിപ്പോൾ എന്നാ പ്രശ്നം, അവൾ പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മനു ചോദിക്കുന്നു, അവൾ പോയി, ഇപ്പോൾ അവിടെ ബാലേന്ദ്രൻ അങ്കിളുണ്ടോ? ഇല്ല, ബാലനും അന്നേരം പോയതാണ് എന്ന് മുത്തശ്ശി. മനു എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ബാലേന്ദ്രൻ അങ്കിൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ബാലേന്ദ്രൻ അങ്കിൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അലീനയെ കൊണ്ടേ വരൂ. എന്താ നിങ്ങളെല്ലാവരും ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അലീന പോയപ്പോൾ ആ ഫോണെങ്കിലും ഒന്ന് കൊടുത്തു വിടാൻ മേലായിരുന്നോ? അവളുടെ കയ്യിലൊരു ഫോൺ പോലും ഇല്ലല്ലോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെനിക്ക് നീ മേടിച്ചു തന്ന ഫോണല്ലേ. അപ്പോൾ മനു പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ആ ഫോൺ കൊടുത്തു വിടായിരുന്നല്ലോ, മുത്തശ്ശിക്ക് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു തരില്ലായിരുന്നോ? ഇനിയിപ്പം അവൾ എവിടെയാണ് എന്താണെന്ന് എങ്ങനെ അറിയുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, ആ ഞാൻ അന്നേരം അങ്ങനെയൊന്നും ഓർത്തില്ല, ഏതായാലും അവൾ ഇവിടുന്ന് പോയില്ലേ, അതേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയെന്ന് ആരും കരുതണ്ട, ഇനി പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ മനു ഇപ്പോൾ ഫോൺ വയ്ക്കുന്നു. മനു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് മുത്തശ്ശി അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ മുത്തശ്ശി അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ മരുന്നൊക്കെ കൊടുക്കാനായിട്ട് വൈജയന്തി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടീ ബാലൻ എവിടെയാണെന്ന് എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ആ ഒന്നും കിട്ടിയിട്ടില്ല, എവിടെയെങ്കിലും പോട്ടെ, വരുമ്പോൾ വരട്ടെ. ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോളും ആ കൂടെ ഇല്ലേ എന്ന്. ഉടനെ വൈജ പറയുന്നുണ്ട്, ആ ഉണ്ട്, എൻ്റെ മോളും ആ കൂടെ ഉണ്ട്, അതിന് ഞാനെന്തിനാ പേടിക്കുന്നത്, അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഓർക്കണം, ബാലേന്ദ്രൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് അലീനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവനും ആ കൂടെ പോകുമെന്ന്, ആ നിമിഷം തന്നെ ഈ വീട് വിട്ടിറങ്ങുമെന്ന്. അതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്നാ ചെയ്യും എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, അത് അന്നേരത്തെ കാര്യമല്ലേ, അത് അന്നേരം ആലോചിക്കാമെന്ന്. ഏതായാലും എനിക്ക് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടായിരുന്നു, അതെന്തായാലും ഞാൻ ചെയ്തു. ഇനിയിപ്പോൾ ബാലനും അങ്ങോട്ട് എറണാകുളത്തേക്ക് തന്നെയാണോ പോയതെന്ന് ആർക്കറിയാം, അവൾ അങ്ങോട്ടാണല്ലോ പോയത്, അവിടെ ആയിരിക്കും അയാളും പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് വൈജ. അപ്പോൾ മുത്തശ്ശി പറയുന്നു, നിൻ്റെ മോളും ആ കൂടെയുണ്ട്, അത് നീ മറക്കണ്ട. ഒരു കാര്യം നീ ഓർക്കണം, ബാലൻ്റെ ഇഷ്ടമില്ലാതെ ബാലൻ്റെ വീട്ടിൽ കയറി നീയും നിൻ്റെ മക്കളും അതുപോലെ നിൻ്റെ ആങ്ങളെയും കൂടി ചെയ്തതെന്താ, എന്താണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തി തിരിച്ച് ചോദിക്കുകയാണ്, എൻ്റെ ആങ്ങളെന്ന് പറയുന്നുള്ളൂ, എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആരാ? ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ സമ്മതിച്ചു, എൻ്റെ മകനാണ്, പക്ഷേ ബാലൻ നോക്കുമ്പോൾ വേറെ ഒരുത്തൻ വന്ന് അവൻ്റെ വീട്ടിൽ കയറി അവനിവിടെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ വലിച്ചിഴച്ച് റോഡിൽ കൊണ്ടാക്കിയേക്കുന്നു. അതവൻ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ
എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അവളെയും കൂട്ടി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നാണോ? അങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ, അന്നേരം ബാക്കി നോക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലൊരാളെ ഇവിടെ കാണൂ. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവള്. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശി ഇപ്പോൾ പറയുന്നുണ്ട്, ആ പറയാൻ നല്ല എളുപ്പമാണ്, വരുമ്പോൾ ഇതൊക്കെ അങ്ങ് അനുഭവിച്ചാൽ മതി. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് കണ്ടറിയണം. ഇതൊന്നും തണുപ്പിക്കാനല്ലല്ലോ നിൻ്റെയൊക്കെ ഉദ്ദേശം, ആളി കത്തിക്കാനല്ലേ? അതങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ട് വൈജയും പറയുന്നുണ്ട്, ആ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് അനുഭവിച്ചോളാം, അതോർത്ത് അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയാണ് വൈജയന്തി. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജീവിനെ വിളിക്കുകയാണ് വൈജയന്തി. അങ്ങനെ കാര്യങ്ങളൊക്കെ രാജീവിനോട് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും ആകണ്ട, ഇപ്പോൾ 9 മണിയല്ലേ ആയുള്ളൂ, നീ ടെൻഷനാകാതെ ഫോൺ വെക്ക് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയില്ല, എൻ്റെ കൃഷ്ണമോളും ആ കൂടെയുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അങ്ങനെ അന്വേഷിച്ച് പോകാനൊന്നും പറ്റില്ല, നീ ഇപ്പോൾ ഫോൺ വെക്ക്, നിനക്കെന്തിന് ഇത്ര ആകാംക്ഷ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഫോൺ വെക്കുകയാണ് രാജീവ്. എന്താ സംഭവമെന്ന് ഇപ്പോൾ മനു ചോദിക്കുന്നുണ്ട്. അവൾക്കാകെ ആകാംക്ഷ, ബാലേന്ദ്രൻ എവിടെയാണെന്നോർത്ത്. കൃഷ്ണമോളും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ രാജീവ് പറയുമ്പോൾ മനു ഇപ്പോൾ പറയുന്നുണ്ട്, അങ്കിളിനെയോ അല്ലെങ്കിൽ കൃഷ്ണമോളെയോ ഓർത്തൊന്നും ആയിരിക്കില്ല ആൻറ്റിക്ക് ടെൻഷൻ, ആ ലീന എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഹരിയും കമലയൊക്കെ പറയുന്നു, ആ അത് നേരാ. ഇപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ എവിടെയാണോ എന്താണെന്നൊന്നും അറിയില്ല, ഇനി അലീനയുടെ കൂടെയാണോ അവളും കൂടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇത് കേട്ട് മനു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അങ്കിൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അലീനയും കൊണ്ടേ തിരിച്ചു വരൂ, അത് എഴുതി വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് മനു. എന്നിട്ട് വീണ്ടും മനു പറയുന്നുണ്ട്, ആ അങ്കിൾ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൂങ്ങാൻ പോകുന്നത് കൊച്ചച്ഛനായിരിക്കും, കൊച്ചച്ഛൻ്റെ റിട്ടേൺ ടിക്കറ്റ് വരെ സ്വാഹയാകും. ഒന്ന് ഓർത്ത് നോക്കിയേ, പെൺകുട്ടികളുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ലാതെ തൊടാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമം വെച്ച് അങ്ങനെ ഒരു കേസ് അലീന കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചച്ഛൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനു ചോദിക്കുന്നു. ഉടനെ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതിന് ഞാൻ ദേഹത്തൊന്നും തൊട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, തൊട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, കേസ് കൊടുക്കുന്നവരാണ് എന്തെഴുതി പിടിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ അങ്കിളും അലീനയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഈ നിമിഷം ഇവനകത്താ എന്നിങ്ങനെ ഹരിയെ ചൂണ്ടി മനു പറയുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ മനു ഇപ്പോൾ പറയുന്നുണ്ട്, അലീന നിൻ്റെ കരണത്തിൽ 2 പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൈ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ട്, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ മനു പറയുന്നു. ഇതിപ്പോൾ അങ്ങനെ ഹരി ഇപ്പോൾ അത് കേട്ടിട്ട് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്കിൾ അവളെയും കൂട്ടി വാഗമണ്ണിൽ ഏതെങ്കിലും റിസോർട്ടിൽ കാണുമെന്ന്. അങ്ങനെ ഹരി പറയുമ്പോൾ മനു ഉടനെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിനക്കറിയാം? ഇതൊക്കെ അങ്ങനെ മനു ചോദിക്കുന്നത് കേട്ട ഉടനെ തന്നെ ഹരി ഒന്നും തന്നെ മിണ്ടാതെ ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്നു. ഇത് കേട്ടിപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എടാ ഞാൻ അവളുടെ ആങ്ങളെയല്ലേ, ഞങ്ങൾ 3 ആങ്ങളമാർക്ക് കൂടി ഒരു പെങ്ങളേ ഉള്ളൂ, വൈജ അവൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളതിൽ ഇടപെടണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ മനു പറയുന്നുണ്ട്, ഇടപെടണം, പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളായിരുന്നു, ഇപ്പോൾ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രശ്നം ഇപ്പോൾ കൂടുതൽ ഗുരുതരമാക്കുകയല്ലേ കൊച്ചച്ഛൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ മനു ചോദിക്കുന്നത് കേട്ട് രാജീവിന് ചെറിയൊരു ടെൻഷനൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മനു ഇപ്പോൾ റൂമിൽ വന്നിട്ട് ആരെയോ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണിലെടുത്തിട്ട് ഹലോ എന്ന് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.